അൾസർ അഥവാ വായ്പുണ്ണ് ഇന്നത് കുട്ടികളിലും മുതിർന്നവരിലും കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലൊക്കെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നതാണ്. മെയിൻലി ബാക്ടീരിയൽ കോസാണ്, അതായത് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസമാണ്. അപ്പോൾ അങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിലും അതിൻ്റെ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ സൈനായിട്ട് അവർക്ക് മൗത്തിൽ അൾസർ രൂപപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 to 2 days നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു വേദന അല്ലെങ്കിൽ ഒരു അൾസറിൻ്റെ ആ ഒരു വേദന നമുക്ക് ശമിപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ റെക്കറൻ്റ് ആയിട്ട് ഒരു വീക്കിലി ഒരു 2 to 3 times പിന്നെയും റെക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ അൾസർ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ ഒരു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. മൗത്ത് അൾസർ അഥവാ വായ്പുണ്ണ് ഇന്നത് കുട്ടികളിലും മുതിർന്നവരിലും കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിലൊക്കെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നതാണ്. ഒരുപാട് കാരണങ്ങളുണ്ട് ഈ മൗത്ത് അൾസർ വരാൻ. ചിലപ്പോൾ അത് റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കാം, ചിലപ്പോൾ അത് വീക്ക്ലി ആവാം, മന്ത്ലി ആവാം, അങ്ങനെ പല ടൈമിലായിട്ടൊക്കെ ഈ ഒരു അൾസർ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. മെയിനായിട്ട് അവർ ശരീരത്തിൽ എന്തെങ്കിലും പോഷകാഹാരക്കുറവാണ്, മെയിൻലി വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി ആയിട്ട് നമുക്ക് പറയാം. പിന്നെ പറയുന്നതാണ് നമ്മൾ ബ്രഷ് ചെയ്യുമ്പം നമ്മൾ ആ ഒരു ടൂത്ത് ബ്രഷ് തട്ടിപ്പോയാലോ ചിലപ്പോൾ ആക്സിഡൻ്റലി തട്ടിപ്പോയതായിരിക്കാം, അങ്ങനെയും നമ്മൾ ആ ഒരു മൗത്തിലൊക്കെ ആ ഒരു അൾസർ ഫോർമേഷൻ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട്. പിന്നെ പറയുന്നതാണ് സ്ത്രീകളിൽ നോക്കുമ്പം, അതായത് ഒരു 18+ അല്ലെങ്കിൽ 25 ഒക്കെ ഏജ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാവുക. അതായത് ചിലപ്പോൾ പീരീഡ്സിൻ്റെ മുൻപായിട്ട്, അതായത് ഓവുലേറ്ററി പീരീഡിലായിരിക്കാം, അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ഒരു 1 week ബിഫോർ ഒക്കെ ആയിട്ട് ഇത്തരം അൾസർ വരാനുള്ളൊരു കാരണമുണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ അവർക്ക് ഹോർമോണൽ ഇംബാലൻസ് ആണ്, അതായത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് ഈ ഒരു അൾസർ വരുന്നത്. പിന്നെ പുരുഷന്മാരിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് അൾസർ വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് സ്മോക്ക് ചെയ്യുന്നു. ക്രോണിക് സ്മോക്കേഴ്സിൻ്റെ കേസസിലൊക്കെ ഈ ഒരു അൾസർ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ അവരെന്തെങ്കിലും നിക്കോട്ടിൻ അടങ്ങിയിട്ടുള്ള ഈ ഹാൻഡ്സ്, ഗഞ്ച, ചരസ് പോലത്തെ എന്തെങ്കിലും ഒരു കെമിക്കൽസ് വായിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാലും അവർക്ക് അൾസർ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ദഹന വ്യവസ്ഥയിൽ എന്തെങ്കിലും വ്യതിയാനം വരുമ്പോൾ, അതായത് ഗട്ട് റിലേറ്റ് ചെയ്ത് ഡൈജസ്റ്റീവ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ, മെയിൻലി ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു അസുഖം വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഓർഗാനിസം ആയിരിക്കും. മെയിൻലി ഉണ്ടാവുന്നതാണ് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസം. ഇത് നമ്മുടെ ശരീരത്തിൽ ആ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ, അതായത് സ്റ്റൊമക്കിൻ്റെ ആ ഒരു മ്യൂക്കസ് ലൈനിങ്ങിൽ ഉണ്ടാവുന്ന ആ ഒരു മ്യൂക്കസ് മെംബ്രെയിനെ ഡാമേജ് ആക്കുന്നു. അപ്പോൾ അമിതമായിട്ട് HCl സെക്രീഷൻസ് ഉണ്ടാവുന്നു. അപ്പോൾ നമുക്ക് അസിഡിറ്റി പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യും. നെഞ്ചെരിച്ചിൽ, വയറുവേദനയായിട്ട് അനുഭവപ്പെടാം, ടോയ്ലറ്റിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം, അസിഡിറ്റി ഉണ്ടാവാം, ഏമ്പക്കം വരാം, കീഴ്വായുവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതൊക്കെയാണ് ഈ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ബാക്ടീരിയൽ കോസാണ്, അതായത് ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസമാണ്. അപ്പോൾ അങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിലും അതിൻ്റെ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ സൈനായിട്ട് അവർക്ക് മൗത്തിൽ അൾസർ രൂപപ്പെടാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റിനകത്ത് സോഡിയം ലോറൽ സൾഫേറ്റ് എന്ന് പറഞ്ഞുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ, അത്തരം അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ ആ ഒരു വായൻ്റെ അകത്തുള്ള ഒരു മ്യൂക്കസ് ലൈനിങ്ങിൽ ഡാമേജ് ആക്കും. ഈ ഒരു വായ്പുണ്ണിൻ്റെ മെയിൻ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്, നമ്മളിപ്പം എന്തെങ്കിലും ഒരു കോസ് കാരണം നമ്മളെ വായിൽ മുറിഞ്ഞിട്ടുണ്ടാവും. അത് ആ ഒരു ഏരിയയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതുമൂലമാണ് നമുക്ക് അവിടെ ഒരു ഇൻഫ്ലമേഷനും ആ ഒരു അൾസറിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത്. മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള നമ്മളെ പ്രമേഹം, അതായത് ഇന്ന് പ്രമേഹം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതശൈലി രോഗങ്ങളിൽ വന്നിട്ടുള്ള ഏറ്റവും വില്ലനായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പം ചില ആളുകൾ പേഷ്യൻസിലൊക്കെ ഈ HbA1c 6.5 അല്ലെങ്കിൽ ചിലർക്ക് 8 ഒക്കെ കാണാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ് ഇതിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ചില പേഷ്യൻസ് ചില മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നു, മന്ത്ലി വീക്ക്ലി ഒക്കെ ആയിട്ട് ഹൈ ഡോസ് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടും ഈ ഒരു അൾസർ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്.
നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് പനിയൊക്കെ റെക്കറൻ്റായിട്ടൊക്കെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ പനിയൊക്കെ വന്നിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ പാരസെറ്റമോൾ പോലത്തെ ടാബ്ലറ്റ്സ് സെൽഫ് മെഡിക്കേഷൻസിൽ എടുക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ ഒരു ഫീവർ അല്ലെങ്കിൽ ആ ഒരു പനിയൊക്കെ ആ ഒരു ടെമ്പററി ആയിട്ട് അത് റിലീഫ് ചെയ്ത് പോകും. പക്ഷേ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് അവർക്ക് മൗത്ത് അൾസർ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ടൂത്തിൽ, അതായത് ബ്രേസസ് യൂസ് ചെയ്യുന്നത്, അതുമൂലം നമ്മൾ ആ ഒരു മ്യൂക്കസ് ലൈനിങ് മുറിഞ്ഞു പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതായത് ആക്സിഡൻ്റലി ആവാം, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ അത് പിന്നെയും അത് അൾസറായിട്ടും അല്ലെങ്കിൽ വ്രണായിട്ടൊക്കെ വരാനുള്ള ഒരു കാരണമുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഫുഡ് സ്റ്റൈലിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. ഫുഡ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു ജനറേഷൻ കംപ്ലീറ്റ്ലി ഈ ഫാസ്റ്റ് ഫുഡിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതായത് രാവിലെ ആയാലും ഒരു ഡിന്നർ ടൈം ആയാലും എപ്പോഴും ആ ഒരു ഹൈലി ഓയിൽ കണ്ടന്റ് ഫുഡ് അല്ലെങ്കിൽ ആ ഒരു സ്പൈസി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലത്തെ കോളകൾ, പെപ്സി, 7up ഒക്കെ എംപ്റ്റി സ്റ്റൊമക്കിലൊക്കെ നമ്മൾ എടുത്ത് കുടിക്കാറുണ്ട്. അതുമൂലവും നമുക്ക് മൗത്തിൽ അൾസർ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു 6 to 7 hours നമ്മളൊരു സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിലും അതുമൂലവും നമുക്ക് അൾസർ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ടെൻഷനോ മാനസികമായിട്ട് നമ്മൾ വീക്കാണെങ്കിലോ സ്ട്രെസ്, ടെൻഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അൾസർ വരാം. ഇത്തരം കാരണങ്ങളാണ് നമ്മളെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മളെ വായ്ക്കകത്ത് ഈ ഒരു അൾസർ വരാനുള്ള ഒരു കാരണങ്ങൾ. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ചെറിയ രീതിയിലുള്ള ഹോം റെമഡീസ് ആണ് ഞാൻ മെയിനായിട്ട് ഇവിടെ പറയുന്നത്. ഹോം റെമഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റമിൻ ഡെഫിഷ്യൻസിയാണ്, വിറ്റമിൻ B12 ഡെഫിഷ്യൻസി ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിറ്റമിൻ അടങ്ങിയിട്ടുള്ള നല്ല രീതിയിലുള്ള പോഷകാഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അതായത് നട്ട്സ്, ബീൻസ്, അതേപോലെ അവകാഡോ, ഫ്രൂട്ട്സ്, ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് ഫ്രൂട്ട്സ് ആയാലും അത് വെറും വൈകിട്ട് അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour ബിഫോർ ആയിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. തൈരിൻ്റെ അകത്ത് ഒരുപാട് നല്ല ബാക്ടീരിയാസ്, അതായത് ലാക്ടോബാസിലസ് പോലത്തെ നല്ല ബാക്ടീരിയാസ് ഉണ്ട്. ഇതൊരു പ്രോബയോട്ടിക് ആയിട്ടും നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. പ്രോബയോട്ടിക് എന്ന് പറയുമ്പം നമ്മളെ ദഹന വ്യവസ്ഥയെ ഇമ്പ്രൂവ് ആക്കുന്ന രീതിയിലുള്ള കണ്ടൻസ് ആണ് ഈ പ്രോബയോട്ടിക്സിൽ അടങ്ങിയിട്ടുള്ളത്. അതായത് നമുക്ക് ദഹനത്തിന് എന്തെങ്കിലും നെഞ്ചരിച്ചിലോ ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങളോ വയറുവേദനയായിട്ടോ മലം പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവിടെ നല്ല ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യുന്നതാണ് ഈ പ്രോബയോട്ടിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കപ്പ് തൈര് നമുക്കത് ഭക്ഷണത്തിന് ശേഷമായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുകൂടാതെ തന്നെ ഒരു കപ്പ് തൈര് നമ്മൾ ജസ്റ്റ് വായിലൊന്ന് ഒരു 1 to 2 minutes അല്ലെങ്കിൽ ഒരു 15 seconds അല്ലെങ്കിൽ 30 seconds ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുപ്പിക്കളയുന്നതും നല്ലതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് ആ ഒരു മുറിവിനെ ഉണക്കാൻ സഹായിക്കുന്നതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് കുട്ടികൾക്കായാലും കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്നാലും പറയാണ്, ഈ സാൾട്ട് വാട്ടർ, അതായത് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക, അതിൻ്റെ അകത്തേക്ക് 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ സാൾട്ട് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളെ വായിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. ആ ഒരു 15 seconds ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 to 2 days നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വേദന അല്ലെങ്കിൽ ഒരു അൾസറിൻ്റെ ആ ഒരു വേദന നമുക്ക് ശമിപ്പിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ ഒരു മുറിവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ഇത്തരം ഹോം റെമഡീസ് നമ്മളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വേദനയും ആ ഒരു എന്താ പറയുക ആ ഒരു അൾസറൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ടോട്ടലി മാനേജ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു മെയിൻ കോസ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ആണ്. അല്ലെങ്കിൽ സ്ലീപ്പിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അൾസറിൻ്റെ, അതായത് ഒരു എക്സ്റ്റേണൽ സൈനായിട്ട് നമുക്ക് അൾസർ വരാം. അപ്പോൾ ഒരു 6 to 7 hours എപ്പോഴും ഒരു സ്ലീപ്പ് സൈക്കിൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കറിയാം, ഒരു സ്ലീപ്പ് ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ നമ്മളെ കോൺസെൻട്രേഷൻ തെറ്റിപ്പോവും, നമ്മൾ ഡെയിലി റൂട്ടീൻ തന്നെ മാറും, നമുക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാം, നമുക്ക് കിതപ്പിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കും. നമ്മൾ ടോട്ടലി ഒരു ഡൾ സ്റ്റേജിലോട്ട് പോകും, നമ്മളെ സ്ലീപ്പ് ടോട്ടലി ചേഞ്ച് ആയി കഴിഞ്ഞു. എപ്പോഴും ഒരു സ്ലീപ്പ് ഒരു 7 to 6 അല്ലെങ്കിൽ 6 to 7 hours സ്ലീപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഓവർ ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്കൊരു മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് യോഗ പോലത്തെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മൈൻഡ് റിലാക്സിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ
അവർക്ക് ആ ഒരു സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെയാണ് അവർക്ക് നല്ല രീതിയിൽ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ദഹനത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ, അതായത് വയറിൽ എരിച്ചിലോ പുകച്ചിലോ അൾസർ പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ വെറും വയറ്റിൽ ഒരു എംപ്റ്റി സ്റ്റൊമക്കിൽ, അല്ലെങ്കിൽ വെറും വയറ്റിൽ അല്ലെങ്കിൽ ഒരു എംപ്റ്റി സ്റ്റൊമക്കിൽ വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതിൻ്റെ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യേണ്ട, തിളപ്പിച്ചാറി വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ, ടൂത്ത് പേസ്റ്റിൻ്റെ അകത്ത് സോഡിയം ലോറൈൽ സൾഫേറ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള ആ ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ മാർക്കറ്റിൽ പോയി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ ആ കണ്ടൻസ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. അതേപോലെ ബ്രഷ് ചെയ്യുമ്പോഴായാലും നമ്മൾ ആ ഒരു ബ്രഷ് ചെയ്യുമ്പോൾ ആ ബ്രഷ് ഒരു 2 to 3 മന്തിൽ ബ്രഷൊക്കെ കഴിവതും ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ഓറൽ ഹൈജീൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ നല്ല രീതിയിൽ മൗത്തൊക്കെ ഒന്ന് വാഷ് ചെയ്യുക. എന്തെങ്കിലും ടൂത്ത് പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസ് കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെയാണ് നമ്മളെ ഭക്ഷണത്തിൽ സ്പൈസി, അതായത് ഓവർ മസാലാസ് ചേർത്തിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. പകരം നമ്മളെ ബോഡി കൂളാക്കുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാം, വെജിറ്റബിൾസ് നല്ല രീതിയിൽ എടുക്കാം. വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തിട്ട് സാലഡ്സ് ആഡ് ചെയ്ത്, അതായത് കേർഡൊക്കെ ആഡ് ചെയ്തിട്ട് സാലഡ്സ് രൂപത്തിലൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ വിട്ടുപോയതൊന്നാണ് നല്ല രീതിയിൽ ഉറങ്ങാൻ ശ്രമിക്കുക, എക്സസൈസും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ദഹനത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബബൽ മൂവ്മെന്റ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ഒരു മാനേജ്മെന്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ വലുതാക്കുന്നതിന് മുന്നേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ അൾസർ, ചിലർ ചോദിക്കും അൾസർ എപ്പോഴാണ് അതൊരു ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുക? ഇനി അൾസർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഇനി ദഹനത്തിൻ്റെ പ്രശ്നം മൂലമാണോ ഈ ഒരു അൾസർ ഉണ്ടാവുന്നത്? അങ്ങനെ പല സംശയങ്ങളുണ്ട്. യൂഷ്വലി നമ്മൾ ആ ഒരു മൗത്ത് അൾസർ അല്ലെങ്കിൽ വായ്പുണ്ണ് ഒരു സെൻറ്റിമീറ്ററിനെക്കാട്ടും സൈസ് കൂടുതലാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ റെക്കറൻ്റ് ആയിട്ട് ഒരു വീക്കിലി ഒരു 2 to 3 ടൈംസ് പിന്നെയും റെക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ അൾസർ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ ഒരു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇനിയിപ്പോൾ ഓവർ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ ഒന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഈ ഓവർ മെഡിസിൻസ് ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു അൾസർ വരുന്നത്. അപ്പോൾ ഓവർ മെഡിസിൻസ് ഉള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അൾസർ പ്രശ്നങ്ങൾക്ക് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്. ഹോമിയോപ്പതിയിൽ ഇതിന് ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ്. മെർക്സോൾ, ഹെപ്പാർ സൾഫ്, ബെല്ലഡോണ, അങ്ങനെ പല രീതിയിലുള്ള മെഡിസിൻസ് ഇന്ന് അവൈലബിൾ ആണ്. സോ നല്ല രീതിയിലുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു അസുഖത്തെ നമുക്ക് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.